നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് കെ.എം. മാണി. ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച് കേന്ദ്രം തീരുമാനമെടുക്കില്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ. ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് പതാക ഉയർത്തും. അപൂർവ രോഗവുമായി മല്ലടിച്ച് അയിരൂർ ഒറ്റത്തേക്കങ്കൽ അക്ഷയ ഭവനിൽ പി.കെ. ജയന് പൂർണ്ണ പിന്തുണയേകി തളർന്ന ശരീരത്തിലും തളരാത്ത മനസ്സുമായി രതീഷ് ചന്ദ്രൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് കെ.എം. മാണി. കേരള കോൺഗ്രസിന് ആരോടും വിരോധമില്ല. ചിന്തിക്കുന്നവർക്ക് തങ്ങളുടെ നിലപാട് ശരിയാണെന്ന് തോന്നും. എല്ലാവർക്കും സ്നേഹമാണ് ഞങ്ങളോട്. ആർക്കും വിരോധമില്ല. സൗമ്യമായി സമഭാവനയോടെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നിലപാട് പ്രശ്നാധിഷ്ഠിതമാണ്. നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം ഞായറാഴ്ച കോട്ടയത്ത് നടക്കും. ഇപ്പോഴുണ്ടായ സംഭവവികാസങ്ങളുടെ പേരിൽ കേരള കോൺഗ്രസ് എം നേതാവ് കെ.എം. മാണിയെ പ്രകോപിപ്പിക്കാൻ UDF ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകിയെന്നേയുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ കാത്തിരുന്നു കാണാമെന്നും ചെന്നിത്തല പറഞ്ഞു. കെ.എം. മാണിയുമായി ഇപ്പോൾ ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന സർക്കാരുകൾ മന്ത്രിസഭാ തീരുമാനങ്ങളും അജണ്ടകളും വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ രാധാകൃഷ്ണ മാത്തൂർ പറഞ്ഞു. ഇതിന് മറ്റൊരു ഇടപെടൽ ഉണ്ടാവില്ലെന്നും തീർപ്പായി തന്നെ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരാവകാശ നിയമപ്രകാരമുള്ള മറ്റൊരു പരാതി പരിഗണിക്കവെയാണ് രാധാകൃഷ്ണ മാത്തൂർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. കേരളത്തിൽ വിവരാവകാശ പ്രവർത്തകരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 000237 9447 65036. വാർത്തകൾ തുടരുന്നു. ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച് കേന്ദ്രം തീരുമാനമെടുക്കില്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയം. ആറന്മുള വിമാനത്താവള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി അനിൽ മാധവ് ദാവെ. സംസ്ഥാന സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. വിമാനത്താവളം വേണമോ വേണ്ടയോ എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണം. സുപ്രീം കോടതി പരിഗണനയിലുള്ള വിഷയമാണിത്. സമിതികൾ പല നിലപാടുകൾ സ്വീകരിച്ചാലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി പാരിസ്ഥിതിക പഠനം നടത്തുവാൻ വിദഗ്ധ സമിതി ശുപാർശ നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെ ശുപാർശ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി അനിൽ മാധവിന് BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും നിവേദനം നൽകിയിരുന്നു. ഇതിന്മേലാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ തീരുമാനം എടുക്കില്ല എന്ന രീതിയിൽ മന്ത്രി പ്രതികരിച്ചത്. ശബരിമലയിൽ എത്തുന്നവരുടെ എണ്ണം അറിയാൻ സംവിധാനം വരുന്നു. പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിഭാഗമാണ് പുതിയ സംവിധാനം തയ്യാറാക്കുന്നത്. ശബരിമലയിൽ അടുത്ത മണ്ഡല മകരവിളക്ക് സീസണിലെത്തുന്ന ഭക്തരുടെ എണ്ണം അറിയുവാൻ പൊതുമരാമത്ത് ഇലക്ട്രോണിക് സംവിധാനം ഒരുക്കും. ADM C സജീവിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടന്ന ശബരിമല അവലോകന യോഗത്തിലാണ് തീരുമാനം. പമ്പ, ഇടത്താവളം, പമ്പ, പാണ്ടിത്താവളം എന്നിവിടങ്ങളിൽ 6 ക്യാമറകൾ സ്ഥാപിച്ചാണ് വീഡിയോ വിശകലനത്തിലൂടെ എണ്ണമെടുക്കുക. 70 ദിവസം വരെ വീഡിയോ സൂക്ഷിക്കുവാനുള്ള സംവിധാനം ഒരുക്കും. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധനാ ലാബ് പ്രവർത്തിക്കും. തീർത്ഥാടകർക്ക് ടോൾ ഫ്രീ നമ്പറിൽ പരാതി അറിയിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും. ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആനത്താരങ്ങളും വിവരം ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും.
പമ്പ സംവിധാനം സുരക്ഷാ യാത്ര സെപ്റ്റംബർ മാസത്തിൽ നടക്കും. ശബരിമലയിൽ നടപ്പാക്കേണ്ട പ്രവർത്തനം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സന്നിധാനം ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സ്റേ സ്ഥാപിക്കുന്നതിന് ദേവസ്വം ബോർഡിന്റെ സഹായം തേടിയിട്ടുണ്ട്. നവംബർ 1 മുതൽ താൽക്കാലിക ഡിസ്പെൻസറികൾ പ്രവർത്തനം ആരംഭിക്കും. പമ്പയിലെ ടെലിമെഡിസിൻ കേന്ദ്രവുമായി എമർജൻസി മെഡിക്കൽ സെന്ററുകളെ സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ ബന്ധിപ്പിക്കും. നിലയ്ക്കൽ പമ്പ റോഡിൽ KSRTCയുടെ 150 ബസ്സുകൾ സർവീസ് നടത്തും. പമ്പയിലെ KSRTC പാർക്കിംഗ് മേഖലയ്ക്ക് സമീപം ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നത് പരിഗണിക്കും. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക്കിനെതിരായ പ്രചാരണവും നടത്തും. ലാഹ പമ്പ റോഡിൽ അപകട മേഖലകൾ തിരിച്ച് അടയാള ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ആലോചനയുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് പതാക ഉയർത്തും. ജില്ലയിൽ 70ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ആഗസ്റ്റ് 15-ന് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് മുഖ്യാതിഥിയായിരിക്കും. മന്ത്രി മാത്യു ടി തോമസ് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിക്കും. രാവിലെ 8 മണിക്ക് തന്നെ പരേഡ് തയ്യാറെടുപ്പ് നടക്കും. 8:10-ന് പരേഡ് കമാൻഡന്റ് പരേഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. 8:15-ന് ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറും 8:20-ന് ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C സജീവും എത്തും. 8:25-ന് മുഖ്യാതിഥി മന്ത്രി മാത്യു ടി തോമസ് എത്തും. 8:30-ന് മുഖ്യാതിഥി ദേശീയ പതാക ഉയർത്തുന്നതോടെ ദേശീയ ഗാനാലാപനം നടക്കും. തുടർന്ന് പരേഡ് കമാൻഡർ മുഖ്യാതിഥിക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്യും. 8:35-ന് മുഖ്യാതിഥി പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിക്കും. 8:40-ന് വർണ്ണശബളമായ മാർച്ച് പാസ്റ്റ് നടക്കും. 8:50-ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. 9-ന് സാംസ്കാരിക പരിപാടികൾ നടക്കും. പോലീസ് മെഡൽ വിതരണവും സമ്മാനദാനവും നടന്ന ശേഷം ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ സമാപിക്കും. രാവിലെ 7:30-ന് എല്ലാവരും സ്റ്റേഡിയത്തിൽ എത്തിച്ചേരണമെന്ന് ADM അഭ്യർത്ഥിച്ചു. സർക്കാർ സ്ഥാപനങ്ങളും വീടുകളും കടകമ്പോളങ്ങളും കൊടിതോരണങ്ങളാൽ അലങ്കരിക്കുകയും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളാകണമെന്നും ADM അഭ്യർത്ഥിച്ചു. പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ദേശീയ പതാകയുടെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും ഉപയോഗവും പ്രദർശനവും സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ദേശീയ പതാകയുടെ പ്രാധാന്യം ഉപയോഗം എന്നിവ സംബന്ധിച്ച ദേശീയ ഫ്ളാഗ് കോഡിൽ നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം കമ്പിളി, പരുത്തി, ഖാദി, സിൽക്ക് എന്നിവയിൽ നെയ്ത പതാകകൾ ഉപയോഗിക്കാം. വിശേഷാവസരങ്ങളിൽ പേപ്പറിൽ നിർമ്മിച്ച ദേശീയ പതാകയും ഉപയോഗിക്കാനും അനുമതിയുണ്ട്. ആഘോഷശേഷം വലിച്ചെറിയാതെ ദേശീയ പതാക പ്രാധാന്യത്തിനും മഹത്വത്തിനും അനുസൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും സർക്കാർ അറിയിപ്പുണ്ട്. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി റാന്നി അങ്ങാടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തി ആദരിക്കുന്നതോടെ ആരംഭിക്കും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477 65036. വാർത്തകൾ തുടരുന്നു. അപൂർവ രോഗവുമായി മല്ലടിച്ച് അയിരൂർ ഒറ്റത്തേക്കുങ്കൽ അക്ഷയ ഭവനിൽ PK ജയൻ. ജയന് മാനസിക പിന്തുണയേകി സഹോദര തുല്യനായ രതീഷ് ചന്ദ്രൻ. മൂക്കിൽ നിന്ന് ദശ വളർന്ന തലച്ചോറിലേക്ക് വ്യാപിക്കുന്ന അർബുദ രോഗവുമായി മല്ലിടുകയാണ് അയിരൂർ ഒറ്റത്തേക്കുങ്കൽ അക്ഷയ ഭവനിൽ 48-കാരനായ PK ജയൻ. ചുമട്ടുതൊഴിലാളിയായിരുന്ന ജയന് കഴിഞ്ഞ 8 കൊല്ലമായി പ്രമേഹ രോഗിയാണ്. 2 വർഷം മുമ്പ് തലവേദനയെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തലച്ചോറിന്റെ 4/3 ഭാഗം രക്തം കട്ടപിടിച്ചു കിടക്കുകയാണ്. 40% ശാരീരിക തളർച്ചയുമുണ്ട്. 10 സെന്റ് സ്ഥലത്തെ കൊച്ചുപുരയ്ക്കുള്ളിൽ കഴിഞ്ഞ കുടുംബത്തിന് ചികിത്സാ ചിലവുകൾക്കായി വസ്തു പണയപ്പെടുത്തുകയും മറ്റ് കടങ്ങൾ വാങ്ങേണ്ടതായും വന്നു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അപൂർവങ്ങളിൽ അപൂർവമായ ക്യാൻസർ രോഗമാണ് എന്നിൽ ബാധിച്ചിരിക്കുന്നത്. ഒരു 4-5 പേർക്ക് ഈ അസുഖം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ളൂ. കാരണം മൂക്കിൽ നിന്ന് ദശ വളർന്ന തലച്ചോറിനകത്തോട്ട് കയറി തലച്ചോറിനകത്ത് പടരുന്ന ഒരു ക്യാൻസർ രോഗമാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. കോട്ടയം മെഡിക്കൽ കോളേജിൽ 75% തലച്ചോറിനകത്തുനിന്ന് ഇവർ മാംസങ്ങളെടുത്ത് മാറ്റി. ബാക്കിയിരിക്കുന്നത് ഞരമ്പുകളിൽ പടർന്ന് പിടിക്കുകയാണ്. ഈ പടർന്ന് പിടിക്കുന്നതിന് തലയൂട്ടി ഇളക്കി
സർജറി ചെയ്യണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ട്. പക്ഷെങ്കിൽ ഞാൻ 2 വർഷത്തിന് മുമ്പേ എനിക്ക് ബ്ലഡ് ക്ലോട്ടായി ശരീരം 40% തളർച്ചയിലുള്ള ഇൻസുലിൻ്റെ സഹായത്തോടെ ഞാൻ എന്നും ഇൻസുലിൻ എടുക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും 20 ഇൻസുലിൻ എടുക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം തലയൊട്ടി ഇളക്കി കഴിഞ്ഞാൽ അത് ചലനശക്തിയും ശരീരമായി തളർക്കുകയും പല പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറും ഞങ്ങളെല്ലാം കൂടെ ഒരു അഭിപ്രായം എടുത്തു. ജനിച്ചാൽ മരണം ഉറപ്പ്. പിന്നെ ഈ ക്യാൻസറിനെ പേടിച്ചിട്ട് നമ്മൾ ദുഃഖിക്കരുത്. ഇതിനെല്ലാം ഞാൻ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, നമുക്കല്ലാതെ വഴികൾ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം. ശരി ജയനെ, നമുക്ക് പൈസ ചിലവുണ്ടെന്ന് പറഞ്ഞു. വെളിയിലെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനുള്ള സാമ്പത്തികം എന്നിലില്ല. ഇപ്പം തന്നെയും ഒരു കീമോ ചെയ്യണമെങ്കിൽ 20,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. 13,000 രൂപ മരുന്ന്, ഇവിടുത്തെ യാത്രക്കൂലി, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നോക്കുമ്പം 10-20,000 രൂപയോളം. പിന്നെ ബാങ്കിൻ്റെ ലോണുകളുണ്ട് എനിക്ക്, അതിങ്ങനെ അടയ്ക്കാൻ അത് കുടിശ്ശികയായി. പിന്നെ വണ്ടിയുടെ ലോണുണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ 1 വർഷത്തോളമായി ഇത് ചികിത്സ. ഓട്ടോയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ തന്നെ. ഞാൻ ചുമട്ടുകാരനായിരുന്നു കോഴഞ്ചേരി മാർക്കറ്റിലെ. അന്നേരം ഞാൻ ചുമട്ട് പണിയിൽ നിന്ന് രാജിവെച്ചതാണ്. തലയുടെ പ്രശ്നം കാരണം രാജിവെച്ചപ്പോൾ ഒരു ഓട്ടോ എടുത്തതാണ്, CC ഇട്ട്. 1 വർഷക്കാലം ഓട്ടോ ഓടിച്ചു. 2ാമത്തെ വർഷത്തോളം വന്നപ്പോഴത്തേന് എനിക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് എടുക്കാനും ഇങ്ങനെ പറഞ്ഞു. ആ ഓട്ടോ ആരും ഓടിക്കാൻ നോക്കാഞ്ഞതിന് CCക്കാർ വന്നപ്പോൾ 1,88,000 രൂപ മൊത്തം അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയുമില്ല, അന്യരുടെ സഹായത്തോടാണ് ഞാൻ ജീവിക്കുന്നത്. മൂക്കിനുള്ളിൽ ദശ വളർന്ന് ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തലയോട്ടി ഇളക്കി ചികിത്സ നടത്തേണ്ടി വരുമെന്നതിനാൽ ഭാരിച്ച ചെലവും ഈ കുടുംബത്തെ വിഷമത്തിലാക്കിയിരിക്കുന്നു. ജയന് ഭാര്യയും 7, 5 ക്ലാസുകളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബത്തെ സഹായിക്കുവാൻ സുമനസുകൾക്ക് ഇനി പറയുന്ന അക്കൗണ്ട് നമ്പർ ഓർമ്മിക്കാവുന്നതാണ്. ഫെഡറൽ ബാങ്ക് കൊറ്റാത്തൂർ ശാഖയിൽ ഭാര്യ ശോഭ ജയന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ 126001000864449. IFSC കോഡ് FDRL 0001260. അക്ഷയ, അക്ഷര എന്നീ കുട്ടികൾ തങ്ങളുടെ പിതാവിന്റെ രോഗാവസ്ഥയിൽ ദുഃഖിതരാണ്. വിഷമസ്ഥിതി പഠനത്തെ ബാധിക്കാതിരിക്കുവാൻ അമ്മ ശോഭ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും രോഗം മാറി കുടുംബം പോറ്റുന്ന അച്ഛനാണ് ഇവരുടെ പ്രതീക്ഷ. PK ജയന്റെ വിഷമസ്ഥിതിയിൽ സുമനസുകളുടെ സഹായം തേടാനായി ശ്രമിക്കുന്ന ഒരു സഹോദര തുല്യനായ സുഹൃത്ത് ഇദ്ദേഹത്തിനുണ്ട്. രോഗം തളർത്തിയ ശരീരമെങ്കിലും കൊറ്റാത്തൂർ ഒറ്റത്തേക്കങ്കൽ നടുക്കേ വീട്ടിൽ രതീഷ് ചന്ദ്രൻ ആവേശത്തിലാണ്. എങ്ങനെയും ജയനെ ചികിത്സിക്കണം എന്ന് ആവർത്തിച്ചുരുവിടുമ്പോഴും രതീഷ് തന്റെ രോഗാവസ്ഥയിൽ പരാതിപ്പെടുന്നില്ല, പരിഭവവുമില്ല. തീർത്തും സന്തോഷവാനായ രതീഷ് ചന്ദ്രനും അമ്മ സുമതിക്കുട്ടിയും മാത്രമാണ് ഈ വീട്ടിൽ. 7.5 വർഷമായി രതീഷ് നടന്നിട്ട്. മസിലുകൾക്ക് മാംസശോഷണം സംഭവിക്കുന്ന അസുഖമാണ് രതീഷിന്റെ കിടപ്പിന് കാരണം. ഇത് എനിക്ക് 98-ലാണ് ഇത് തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്റ്റെപ്പ് കയറാനൊക്കത്തില്ലായിരുന്നു. പിന്നെ കയറ്റമൊന്നും കയറാനൊക്കത്തില്ല. വണ്ടിയുടെ ഫുട്ബോളൊന്നും കയറാനൊക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇത് ആദ്യം റാന്നി തോമസ് ജേക്കബ് എന്ന് പറഞ്ഞൊരു വൈദ്യൻ്റെ ട്രീറ്റ്മെൻറ്റായിരുന്നു. പിന്നെ അത് കുറേ നാൾ ചെയ്തിട്ട് ഒന്നും ഫലമില്ലായിരുന്നു. പിന്നെ ഈ ഈരാറ്റുപേട്ട തിരനാടെന്ന് പറഞ്ഞ സ്ഥലത്തൊരു ജോർജ് വൈദ്യൻ എന്നും പറഞ്ഞൊരു വൈദ്യൻ്റെ ചികിത്സ പിന്നെ തുടങ്ങി. അതും കാര്യമില്ലാഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവമായ ഒരു രോഗമെന്ന് പറഞ്ഞതും ഇത് അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്നു പറഞ്ഞു വിടുകയും ചെയ്തത്. പിന്നെ കുറേ ആയുർവേദം ഒത്തിരി ചെയ്തു. അതിനൊന്നും കാര്യമില്ല. ഇപ്പം ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമിയോ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം ഹോമിയോ ചികിത്സയുണ്ട്. റാന്നിയിൽ നാരായണ സാറാണ് ഇപ്പം ചികിത്സിക്കുന്നത്. ഇപ്പം 3 വർഷമാകുന്നു. 2013 ഡിസംബർ തുടങ്ങി. ഇപ്പം
2.5 വർഷത്തോളമായി. അച്ഛനും അനുജനും മരിച്ചത് ഈ വീടിന് തീരാ ദുഃഖമായി. രതീഷിന്റെ ഏക ആശ്രയം വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന അമ്മ സുമതിക്കുട്ടി അമ്മയാണ്. 18 വയസ്സ് മുതൽ രതീഷ് ചികിത്സയിലാണ്. ഇപ്പോൾ രതീഷിന് 33 വയസ്സ്. വെല്ലൂരിലും ബാംഗ്ലൂരിലും രതീഷിന്റെ അപൂർവ രോഗത്തിന് ചികിത്സയുണ്ടെങ്കിലും ഭാരിച്ച ചികിത്സാ ചെലവ് കാരണം എഴുന്നേറ്റ് നടക്കണമെന്ന മോഹം ഈ ചെറുപ്പക്കാരൻ പാടെ ഉപേക്ഷിച്ചു. ഇപ്പോൾ കിടന്ന കിടപ്പിൽ തന്നെ മറ്റുള്ളവർക്കായി സഹായം ആവശ്യപ്പെടുകയാണ് രതീഷ്. എന്നാൽ രതീഷ് എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ചേർന്ന് അമ്മ സുമതിക്കുട്ടി അമ്മയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് കൊറ്റാത്തൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നമ്പർ 12001000769337. IFSC കോഡ് FDRL 0001260. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന രോഗം ശരീരത്തെ തളർത്തിയെങ്കിലും രതീഷ് ചന്ദ്രൻ ജീവിതത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. റാന്നി സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥികൾ രതീഷിന്റെ ജീവിതം ആധാരമാക്കി ടെലിസിനിമ പിടിച്ചതും ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് ശക്തിയേകുകയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ വളർച്ച ഇവിടെയാണ് സഹായകമാകുന്നത്. ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം രതീഷിനെ വളർത്തുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാനായി ഇത്തരം മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും രതീഷ് മറക്കുന്നില്ല. സുമനസുകളുടെ സഹായമുണ്ടെങ്കിൽ പക്വതയാർന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഭാവിയിൽ രതീഷിൽ കാണാനാകും, സംശയമില്ല. വടശ്ശേരിക്കര ഐക്യ ക്രൈസ്തവ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എക്സൈസ് വകുപ്പിന്റെ ജില്ലാതല അവാർഡ് നേടിയ റവറൻഡ് ഫാദർ സാംപി ജോർജ് അച്ഛനെയും അഭിനന്ദിക്കും. ഞായറാഴ്ച വടശ്ശേരിക്കര സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമ്മേളനം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A. സമീർ ഉദ്ഘാടനം ചെയ്യും. ബെന്നി പുത്തൻപറമ്പിൽ പ്രോഗ്രാം വിശദീകരണം നടത്തും. റവറൻഡ് ഫാദർ ഫിലിപ്പോസ് തെരുവുപുരിയിടത്തിൽ അധ്യക്ഷത വഹിക്കും. റവറൻഡ് മോൻ ജോസഫ് കുരുമ്പിലേത്ത് അവാർഡ് ദാനം നിർവഹിക്കും. റാന്നി പുല്ലൂപ്രം ചെരിവ് കാലായിൽ സുരേന്ദ്രൻ PK എന്നയാളിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 6 തവണകളായി പണം മറ്റാരോ പിൻവലിച്ചതായി പരാതി. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ATM കാർഡ് നമ്പരും മറ്റും ചോദിച്ചു മനസ്സിലാക്കിയ സമയത്ത് തന്നെയായിരുന്നു അക്കൗണ്ടിൽ നിന്നും പണവും നഷ്ടപ്പെട്ടത്. ഇത് സംബന്ധിച്ച പരാതി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മന്ദിരം ശാഖയിലും റാന്നി പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടുണ്ട്. 6 തവണകളിലായി 32,991 രൂപയാണ് സുരേന്ദ്രന് നഷ്ടപ്പെട്ടത്. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. കമാനങ്ങളും ബോർഡുകളും നീക്കണം. പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടേതാണ് നിർദ്ദേശം. റോഡുകളിൽ സംഘടനകളും സ്ഥാപനങ്ങളും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കമാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഇതര നിർമ്മാണങ്ങളും പെട്ടിക്കടകളും റോഡിന്റെ വശങ്ങളിൽ സ്വകാര്യ ആവശ്യത്തിനും കച്ചവടത്തിനും വേണ്ടി ഇറക്കിയിട്ടുള്ള കെട്ടിട നിർമ്മാണ സാമഗ്രികളും തടിമില്ലുകളുടെ സമീപത്ത് റോഡിന്റെ വശങ്ങളിൽ ഇറക്കിയിട്ടിരിക്കുന്ന മരത്തടികളും അനധികൃതമായി ഇറക്കിയിട്ടുള്ള കൃഷിയും മറ്റും നീക്കം ചെയ്യണമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അല്ലാത്തപക്ഷം കയ്യേറ്റം ഒഴിപ്പിക്കുകയും അതിനുള്ള ചിലവ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. ഗതാഗത നിയമത്തിന് വിരുദ്ധമായി റോഡുകളിലും വശങ്ങളിലും അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകളും കമാനങ്ങളും സ്ഥാപിക്കുന്നവർക്കെതിരെ റോഡിന്റെ വശങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നവർക്കും എതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. റാന്നി സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഓഗസ്റ്റ് 15-ാം തീയതി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് രാജു എബ്രഹാം MLA-യും പ്രിൻസിപ്പൽ എബ്രഹാം B. കുര്യാക്കോസും അറിയിച്ചു. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447269714 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. റാന്നി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ 18-ാം തീയതി രാവിലെ 11 മണിക്ക് ITIയിൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0473522108 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നും ചോളം, ജോവർ, കോങ്കോ സിഗ്നൽ,
സ്റ്റൈലോൺ ദാസ് എന്നീ വളർത്തുപുല്ലുകളുടെ വിത്തുകൾ സൗജന്യമായി നൽകും. ആവശ്യമെങ്കിൽ ക്ഷീരകർഷകർക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടാം. മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ പരിശീലന കേന്ദ്രത്തിൽ ഹൈടെക് ഡയറി ഫാമിംഗ്, പാൽ ഉൽപ്പന്ന നിർമ്മാണം, പോൾട്രി ഡ്രസ്സിംഗ്, കോഴിയിറച്ചിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയിൽ 7-5 ദിന സൗജന്യ സംരംഭത്വ പരിശീലനം നൽകും. പരിശീലന കാലത്ത് താമസ സൗകര്യം, യാത്രാഭത്ത എന്നിവ ലഭിക്കും. താല്പര്യമുള്ളവർ 10 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള മൃഗാശുപത്രിയിൽ അപേക്ഷ നൽകേണ്ടതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ അയിരൂർ ഡിസ്ട്രിക്ട് സമ്മേളനം ഞായറാഴ്ച കൊറ്റനാട് സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും. ഇടവക വികാരി വെരി റെവറന്റ് ജേക്കബ് ജോൺസ് കോർ എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. സ്റ്റുഡന്റ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ കേരള റീജിയൻ ചെയർമാൻ റവൻ ഫാദർ യുഹാനൻ ജോൺ ക്ലാസ് നയിക്കും. നിര്യാതനായി റാന്നി വെട്ടിമുട്ടിൽ KSCB റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് VT ജോസഫ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം 15-ാം തീയതി തിങ്കളാഴ്ച വസതിയിൽ 1:30 നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി സെന്റ് തോമസ് ജ്ഞാനായ വലിയ പള്ളിയിൽ നടക്കും. KEWF സംസ്ഥാന വൈസ് പ്രസിഡന്റ്, റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ജ്ഞാനായ അസോസിയേഷൻ അംഗം, സെന്റ് തോമസ് കോളേജ് കമ്മിറ്റി അംഗം, റാന്നി വലിയ പള്ളി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. റിട്ടയർഡ് അധ്യാപിക മാന്നാർ തുണ്ടിയിൽ അച്ചുക്കുട്ടിയാണ് ഭാര്യ. ഷിബു, ഷിനു, ഷേബ എന്നിവർ മക്കളും സുനു, ബിന്ദു, രാജു എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് KM മാണി. ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച് കേന്ദ്രം തീരുമാനമെടുക്കില്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ. ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് പതാക ഉയർത്തും. അപൂർവ രോഗവുമായി മല്ലടിച്ച് അയിരൂർ ഒറ്റത്തേക്കുങ്കൽ അക്ഷയ ഭവനിൽ PK ജയൻ. ജയന് പൂർണ്ണ പിന്തുണയേകി തളർന്ന ശരീരത്തിലും തളരാത്ത മനസ്സുമായി രതീഷ് ചന്ദ്രൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.